നമസ്കാരം. ആളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയാറുണ്ട്. ഇസ്രായേൽ പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ എതിരാളികളെയെല്ലാം വകവരുത്തുമെന്ന വാശിയിലാണ്. ഹമാസിന് പിന്തുണ നൽകുന്നത് ഇറാനാണെന്നാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. ഇസ്രായേലിന്റെ ഈ സ്വയം അംഗീകൃത വാദഗതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ ബോംബിട്ടത്. തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നതല്ലാതെ ഇതുവരെ കടുത്ത തിരിച്ചടികളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇറാനാണ് രാജ്യം. അവരെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാൻ ഒരുങ്ങിയിരിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 26 ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാഖ് മണ്ണിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി സൈനിക നേതൃത്വത്തോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ആക്രമണത്തിന് ഉപയോഗിച്ചേക്കും. ഇറാഖിലെ നിഴൽ സംഘടനകളാകാം ഇറാനു വേണ്ടി ആക്രമണം നടത്തുകയെന്നും പറയപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ സൈനിക കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് ഖമേനിയുടെ ആഹ്വാനം. ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണം US തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഒക്ടോബർ 1 ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയത് വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു. എന്നാൽ ഇതിന്റെ തിരിച്ചടിയായിട്ടാണ് ഒക്ടോബർ 26 ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ പുതിയ ഭീഷണിക്ക് പിന്നാലെ ഉയർന്ന തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെ തങ്ങൾ നടത്തിയ ആക്രമണം ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും കനത്ത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാൻ വീണ്ടും ആക്രമിക്കാൻ തുനിഞ്ഞാൽ തങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത സംവിധാനങ്ങളുമായി ഇറാനിലെത്തുമെന്നും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ ആക്രമിച്ചപ്പോൾ മിസൈൽ നിർമ്മാണ യൂണിറ്റുകളും ഇസ്രായേലിനെതിരെ ആക്രമണത്തിനായി മിസൈൽ നിരത്തിവെച്ച ഇടങ്ങളിലുമെല്ലാം ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടവങ്ങളെയും ഒഴിവാക്കിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇനി ഇറാൻ തിരിച്ചടിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. വടക്കൻ ഇസ്രായേലിലുണ്ടായ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മെതുലയിൽ 5 പേരും ഹൈഫയിൽ 2 പേരും വീതമാണ് കൊല്ലപ്പെട്ടത്. മെതുലയിൽ കൊല്ലപ്പെട്ട 4 പേർ ആപ്പിൾ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന വിദേശ തൊഴിലാളികളാണ്. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണങ്ങൾക്ക് പിന്നാലെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ 6 ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പുറമെ റോമൻ ക്ഷേത്രങ്ങളുടെ ശേഷിപ്പുകൾക്ക് പേരുകേട്ട ബാൽബെക്കിൽ ബുധനാഴ്ച നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 19 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിനായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തലിന് വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ധാരണയിൽ എത്തിയേക്കുമെന്നാണ് സൂചനകൾ. ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിയാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഗാസയിൽ ഇന്നലെ 30 പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ മരണം 43,200 പിന്നിട്ടു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.